ഹായ് ഫ്രണ്ട്സ്, ബഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഡാർജിലിംഗ് പോകുന്ന ഷെയർ ടാക്സി ലഭിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് പോവുകയാണ്. എന്തെന്നാൽ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡാർജിലിങ്ങിലോട്ട് ക്യാബ് കിട്ടും. പക്ഷേ നല്ല റേറ്റാവും, നല്ലൊരു എമൗണ്ട് ആവും. നമുക്ക് എപ്പോഴും ഷെയർ ടാക്സിയാണ് ബെസ്റ്റ്. ഷെയർ ടാക്സി ആണെങ്കിൽ 300 രൂപ ആവത്തുള്ളൂ. ഇതിപ്പം ഷെയർ ടാക്സി ഒന്നും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കിട്ടത്തില്ല. അതുകൊണ്ട് അത് ലഭിക്കുന്ന സ്ഥലത്തിലോട്ട് പോവുകയാണ്. ഞാനും ഫസ്റ്റ് വിചാരിച്ചത് എയർപോർട്ടിൽ നിന്ന് ഷെയർ ടാക്സി കിട്ടുന്നുണ്ട്, പക്ഷേ അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ 600 രൂപ കൊടുത്തിട്ട് ടാക്സി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയെല്ലാം നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അങ്ങനെ ഷെയർ ടാക്സി കിട്ടി. വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിച്ച് വീഡിയോ എടുക്കേണ്ടിയുള്ളതുകൊണ്ട് ആദ്യം തരൂല്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അടിപൊളി വാങ്ങിച്ച് ഞെരുങ്ങി പിരിഞ്ഞാണ് പോയത്. ജീപ്പിൽ ഞാനും കൂടെ ചേർത്ത് എങ്ങനെ ഒരു 10-12 പേരെങ്കിലും ഉണ്ടാവും, ബാക്കിലും ഫ്രണ്ടിലും എല്ലായിട്ട്. ഈ ബ്ലോക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പോണ വഴിയൊക്കെ. അവിടെയുള്ള എല്ലാണവും പാൻപരാഗ് പാക്കൊക്കെ നല്ല പാടി കുത്തി കയറ്റുന്നുണ്ട്. ഡ്രൈവറെണ്ണം തന്നെ എത്രണ്ണം വലിച്ചു കയറ്റിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പോണ വഴിയെല്ലാം നല്ല കാഴ്ചകളായിട്ടൊക്കെയാണ് പോയത്. നല്ല ഹെയർ പിന്നുകളാണ്, നിറയെ ഹെയർ പിന്നുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ഓട്ടിച്ചതിന് ശേഷം അവരടുത്ത് ചായ കുടിക്കാൻ വേണ്ടി നടത്തി. അവിടെ നിന്ന് പോയ ഒരു നേപ്പാളി ഒരു ചേട്ടനായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഞാനും കൂടെ ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ച കണ്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും വണ്ടിയെടുത്ത് പോണ വഴിയെല്ലാം നല്ല നല്ല കാഴ്ചകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഈ റെയിൽ പാളമൊക്കെ ഉണ്ടായിരുന്നു. റെയിൽ പാളം വന്നിട്ട് ഈ ഹിമാലയൻ റെയിൽവേസിൻ്റെയാണ്. ഇതുവഴി ഇപ്പം ട്രെയിൻ പോകുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ റെയിൽ പാളം അവിടെ ഉണ്ട്. മലനിരകളൊക്കെ കാണാം. നല്ല ഫോഗ് എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഫോഗ്, ഒന്നും കാണാൻ പറ്റില്ല. ഈ ട്രിപ്പിൽ എനിക്ക് ഒരുപാട് പ്ലാനുണ്ട്. ഈ പ്ലാന് ഈ ഒരു മഴ കാരണം ചിലപ്പോൾ ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത്. എല്ലാം സസ്പെൻസാണ്. ഇത് ട്രാവൽ ഏജൻറ്റിൻ്റെ കെയർ ഓഫിലൊന്നും പോകണമല്ല, എൻ്റെ സ്വന്തം റിസ്കിൽ പോകുന്നതാണ്. ഇത് ഏതാണ്ട് ഒരു ഡീസൽ എൻജിൻ ടോയ് ട്രെയിൻ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ല വിശപ്പ്. അങ്ങനെ ഡാർജിലിംഗ് എത്തി. അവിടെ നിന്ന് ഒരു മോമോസ് കഴിച്ച് സൂപ്പും കുടിച്ചിട്ട് ഹോട്ടലിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ വിളിച്ചപ്പം അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല തണുപ്പും നല്ല കോടമഞ്ഞ്. മൊത്തത്തിലൊരു പൊളി വൈബ് കാലാവസ്ഥ. ഇപ്പോൾ സമയം 4:30, ഇരുട്ടി തുടങ്ങി. ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ 5 മണിക്ക് മുമ്പേ ഇരുട്ടുന്നാണ്. അങ്ങനെ അവിടെ ഒരു ഷെയർ ടാക്സി എടുത്തിട്ട് അവർ പറഞ്ഞൊരു സ്ഥലത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ലബോങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അങ്ങനെ ഹോട്ടൽ റൂമിലോട്ട് കയറി. ഇനി ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡ്.